ഒരു വീഡിയോ എൻ്റെ ഫോണിൽ ഇടം പിടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. ഓഗസ്റ്റ് 27-ാം തീയതി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത്തിരി വൈകിപ്പോയി നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അച്ചൂട്ടൻ്റെ ഓണ സെലിബ്രേഷൻ്റെ അന്ന് എടുത്തിട്ടുള്ളതാണ്. ഓഗസ്റ്റ് 27-ാം തീയതി അന്ന് നമ്മുടെ വിനായക ചതുർത്ഥിയും കൂടി ആയിരുന്നു കേട്ടോ. അച്ചൂട്ടനും പൊന്നൂസും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും ഒരാൾക്ക് 27-നും ഒരാൾക്ക് 29-നും ആയിരുന്നു ഓണ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അച്ചൂട്ടൻ നല്ല ഹാപ്പിയാണ്. കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്ന ദിവസമല്ലേ. അപ്പോൾ പൊന്നൂസിന് അതിൻ്റെ ചെറിയൊരു പരിഭവമാണ് മുഖത്ത് ആദ്യം കണ്ട ഒരു മ്ലാനത. സ്വാഭാവികം, ഒരാൾ യൂണിഫോമും ഒരാൾ കളർ ഡ്രസ്സ് ഇടുമ്പം ആർക്കായാലും ഇത്തിരി ദുഃഖം ഉണ്ടാവും. ആ ഒരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ് വരുന്ന സ്റ്റോപ്പിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്തിരി ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളിത് ആ സ്റ്റോപ്പിൽ വന്ന് നിന്ന് വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പേ ഇന്ന് ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സ്കൂൾ ബസ് വന്നു. കറക്റ്റ് 8:30 അവരുടെ സ്കൂൾ ബസ് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 8:20 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ രണ്ടാളെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വേഗം വീട്ടിൽ വന്നപ്പോഴേക്കും പരിഭവങ്ങളും പരാതികളുമായിട്ട് ഞങ്ങളുടെ കാത്തുക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം പോയി കുളിച്ച് ഞാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇന്ന് വിനായക ചതുർത്ഥിയാണ്. ഇവിടെ അടുത്താണ് കേട്ടോ നമ്മുടെ മള്ളിയൂർ ഗണപതി ക്ഷേത്രം. അപ്പോൾ ഇന്നവിടെ വിനായക ചതുർത്ഥിയുടെ ഭാഗമായിട്ട് ഗണപതി ഹോമവും ആനയൂട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഗജപൂജ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗണപതി ഹോമം ഉണ്ടായിരുന്നത് കൊണ്ട് അച്ഛനും അമ്മയൊക്കെ രാവിലെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തിക്കിലും തിരക്കിലും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ടുപിടിച്ചു. അതിനുശേഷം കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് ഗജപൂജയും ആനയൂട്ടും ഒക്കെ കണ്ടു കേട്ടോ. അപ്പം ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ല നീണ്ട ഒരു ക്യൂ കണ്ടു. അതുകൊണ്ട് തന്നെ അച്ഛയാണ് കേട്ടോ ക്യൂ നിന്ന് പ്രസാദം വാങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ നേരെ വന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ മെയിനായിട്ട് ഇന്നത്തെ വരവ് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണണമെന്ന്. അപ്പോൾ 2:30 തൊട്ട് 4 മണി വരെ ആയിരുന്നു കേട്ടോ പരിപാടി. ആ ഒരു ഉച്ചയുടെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നമുക്കുണ്ടായില്ല. പ്രത്യേക ഒരു എനർജി ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ടിട്ട് 4:30 ആയപ്പോൾ ഞാൻ ഓടി വീട്ടിൽ ചെന്നു.